ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഭവനമല്ലേ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം എന്ന് ദുആ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് നൽകിയ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയും കൂടി അതേ തീരുമാനിച്ചെടുത്തതല്ലേ ആദ്യമായ ഭവനമായ ബൈത്തുൽ കഅബാലയം എന്നറിയപ്പെടുന്ന ലോകത്തെ ആദ്യത്തെ വീട്. അത് പണിഞ്ഞതാരാ? ലോകത്തുള്ള ഏറ്റവും വലിയ അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അല്ലേ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിലാഷ ഒരു ഭവനമാണ്. അല്ലാഹു ഭവനം നൽകണേ അല്ലാഹ്. ഈ റമളാന്റെ ബറക്കത്ത് കൊണ്ട്, ശഅബാന്റെ ബറക്കത്ത് കൊണ്ട്, റജബിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ അടുത്ത റമളാനിൽ ഒരു ഭവനം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇബ്രാഹിം നബി ആഗ്രഹിച്ച, സ്വാലിഹീങ്ങൾ ആഗ്രഹിച്ച, അംബിയാ ലോകത്ത് പണിഞ്ഞ ആദ്യത്തെ കെട്ടിടമല്ലേ കഅബാലയം. നൽകണേ ആ കഅബാലയത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കും ഒരു ഭവനം നൽകണേ. അത് കണ്ണിന്റെ കൃപ കൊണ്ട്, കണ്ടതിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ നൽകണേ അല്ലാഹ്. എന്ത് കറുപ്പാണെങ്കിലും ചിലർ കറുപ്പല്ലേ കറുപ്പല്ലേ, ആ കറുപ്പിന് എന്തുമാത്രം അഴകാണ്. കഅബാലയം ഏറ്റവും വലിയ എക്സാമ്പിളല്ലേ, ഏറ്റവും വലിയ ഉദാഹരണമല്ലേ. അല്ലാഹുവിന്റെ ബറക്കത്ത് കൊണ്ട് ലോകം കണ്ട ഏറ്റവും അതിലേക്ക് തന്റെ നെഞ്ചകം തിരിച്ചു വിടുമ്പോൾ ആ കഅബാലയത്തിന്റെ പ്രസക്തി വർദ്ധിക്കുകയല്ലേ. ആ കഅബാലയം കാണിക്ക് അല്ലാഹ്, എന്റെ ഹൃദയത്തിന് മനോഹരമാക്കല്ലാഹ് എന്ന് ലോക മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ദുആ ചെയ്യുമ്പോൾ എന്തുമാത്രം അതിനെ പണി കൽപ്പിച്ചവർക്ക് പുണ്യമുണ്ട്. അതുകൊണ്ട് വീട്ടിന്റെ ഒരാഗ്രഹം കഅബയെ വെച്ച് വീഴ്ത്തിക്കൊണ്ട് ചോദിക്കുന്നു, റബ്ബേ ഞങ്ങളുടെ മുൻഗാമികൾ ഞങ്ങളുടെ സ്ഥലത്തൊരു ഭവനം നിർമ്മിക്കാൻ ഭാവിയും ദോഷിയും ഒന്നുമല്ലാത്തവനുമായ ഈ വിനീതനെ തൗഫീഖിനെ നൽകണേ അല്ലാഹ്. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞതാണ്, അനുഭവിച്ച നല്ല സ്വാലിഹായ നല്ല സ്വാലിഹായ മർക്കബ്, ഒരു വാഹനം, നല്ല ഭദ്രതയുള്ള ഒരു ഭവനം അല്ലാഹ് നീ നൽകുമോ അല്ലാഹ്? ഇമാം ഗസാലി തങ്ങളുടെ വാക്കാണ്. ഇമാം ഗസാലി യഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറഞ്ഞ ലോകങ്ങളുടെ ഏറ്റവും വലിയ പണ്ഡിത തറവാടിലെ അനുഗ്രഹമായ ഗ്രന്ഥമല്ലയോ ഇമാം ഹുജ്ജത്തുൽ ഹാമിദ്, മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് അവിടെ നിർദ്ദേശിച്ചതാണ്. അഹങ്കാരത്തിന്റെ ലക്ഷണമല്ല, ജീവിത ഭദ്രയുടെ ഒരു കവാടമാണ്, ഉറവിടമാണ്. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും അടുപ്പിക്കുന്ന ജീവിതത്തിന്റെ ഇബാദത്തുകളെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന, നാളെ സ്വർഗത്തിൽ ഈ വീടിൽ നിന്ന് അമൽ ചെയ്യുന്ന സ്വർഗത്തിന്റെ ജന്നാത്തിലെത്താൻ ഒരു കാരണമാകുന്ന ഒരു ഭവനം ഞങ്ങളിലേക്ക് നീ റമളാന്റെ ഫضل കൊണ്ട് അടുപ്പിക്കണേ അല്ലാഹ്. بحق أولاد النبي، بحق أزواج النبي، بحق أهل بيت النبي صلى الله عليه وسلم.